ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനയെ ഔതകുട്ടിച്ചായനെയും കൂട്ടി സ്റ്റാൻലി തൻ്റെ പുനലൂരിലുള്ള തറവാട്ട് വീട്ടിലെത്തുന്നുണ്ട്. അലീനയെ ഏറ്റെടുത്തത് തൻ്റെ അനുജന്മാർക്കും അവരുടെ ഭാര്യമാർക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്റ്റാൻലിക്ക് നന്നായിട്ടറിയാം. എന്നിരുന്നാലും അലീനയുടെ നിർബന്ധപ്രകാരമാണ് സ്റ്റാൻലി അലീനയും കൊണ്ട് കൊട്ടാരമറ്റം തറവാട്ടിലെത്തിയത്. സ്റ്റാൻലിയുടെ ഇളയ സഹോദരനായ റോബിച്ചനും ഭാര്യയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആദ്യമായി വരുന്നതിൻ്റെ സ്വീകരണമൊന്നും അലീനയ്ക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയില്ല. മാത്രമല്ല ആരും തന്നെ അവരോട് സംസാരിക്കാനും വരുന്നില്ലായിരുന്നു. അല്പം സമയത്തിന് ശേഷം റോബിച്ചൻ വീട്ടിലേക്ക് എത്തി. ആൻസി വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് റോബിച്ചൻ എത്തിയത്. പെട്ടെന്ന് സ്റ്റാൻലിയെ കണ്ടതും റോബിച്ചൻ സ്വിച്ച് ഇട്ട പോലെ നിൽക്കുന്നുണ്ട്. സ്റ്റാൻലി അലീനയെ പരിചയപ്പെടുത്തി കൊടുത്തെങ്കിലും റോബിച്ചൻ അവളുടെ മുഖത്തോട്ട് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റാൻലി റോബിച്ചനെ നോക്കി പറയുന്നുണ്ട്, റോബി, ഇതാണ് എൻ്റെ മൂത്ത മകൾ അലീന. ഉടനെ റോബിച്ചൻ തെല്ലും അനിഷ്ടത്തോടു കൂടി പറയുകയാണ്, മുമ്പെങ്ങും ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ല. അതാ ഒരു സംശയം. ഇത് കേട്ട് മുഖത്തടിക്കുന്ന പോലെ സ്റ്റാൻലി പറയുകയാണ്, എൻ്റെ മോളുടെ പേര് നീ മുമ്പ് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിന്റെ അപ്പച്ചനോട് ചോദിച്ചാൽ മതി, ആൾ പറഞ്ഞു തരും. ഇതും പറഞ്ഞ് ഉടൻ തന്നെ സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാനിവളെ ഇവിടെ നിർത്തിയിട്ട് പോവാ. ഇവളെ ആരെങ്കിലും നോവിച്ചെന്നോ കരയിച്ചെന്നോ ഞാൻ കേൾക്കാൻ ഇടയായാൽ നിനക്കറിയാലോ ലാലിച്ചനെ. റോബർട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിനക്ക് എന്നതേലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോണം. അപ്പോൾ റോബർട്ട് പറയുന്നുണ്ട്, തൊണ്ടേ പഴുത്ത ഇറക്കാനല്ലേ നിവർത്തിയുള്ളൂ. ആ, അത്രയും ചെയ്താൽ മതി. സ്റ്റാൻലി അത് സമ്മതിച്ചു. എന്നിട്ട് അലീനയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാനൊന്ന് കറങ്ങിയിട്ടേ വരും. തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് എറണാകുളം. പിന്നെ നിനക്ക് എപ്പോൾ പോകണം എന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് ഫോൺ റിങ് ചെയ്താൽ മതി. പറഞ്ഞത് മനസ്സിലായല്ലോ? അലീന അത് കേട്ട് തലയാട്ടി. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി കാറ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻലി പോയി. കാർ കാഴ്ചയിൽ നിന്ന് മറിയുന്നത് വരെ അലീന അവിടെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. ഇത്രയും നേരം തൻ്റെ ഇളയച്ചൻ തന്നെ നോക്കി നിൽക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അത് ശ്രദ്ധിച്ചെന്ന് കണ്ടതോടെ റോബർട്ട് പെട്ടെന്ന് ദൃഷ്ടി മാറ്റി. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഉടനെ അലീന വല്യപ്പച്ചനോട് ചോദിക്കുകയാണ്, എവിടെ വല്യപ്പച്ചൻ്റെ റാണിമോള്, എൻ്റെ ഷെറിൻ ആൻറ്റി? നീ ഇങ്ങ് കയറി വാ, കാണിച്ചു തരാം. അതും പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ അലീനയും കൊണ്ട് ഷെറിൻ്റെ മുറിയിലേക്ക് പോയി. സാമാന്യം വലിപ്പമുള്ള മുറിയായിരുന്നു അത്. അലീന ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ജനാലയോട് ചേർന്നിരിക്കുന്ന കട്ടിലിൽ വെളുത്ത നൈറ്റിട്ട ഒരു സ്ത്രീ ചമ്രം പണിഞ്ഞിരിക്കുന്നതായി അലീന കണ്ടു. അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. കയ്യിൽ ഒരു ചെറിയ ബൈബിളും ഉണ്ട്. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ ചുമച്ച് ശബ്ദമുണ്ടാക്കി. അത് കേട്ട് ഷെറിൻ കണ്ണു തുറന്നു. ഷെറിനെ നോക്കിക്കൊണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ബൈബിളും മടിയിൽ വെച്ചുകൊണ്ട് ഉറങ്ങായിരുന്നോ? ഉടനെ ഷെറിൻ പറയുന്നുണ്ട്, അപ്പച്ചൻ വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ലാലിച്ചായൻ വന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ എന്നെ മാത്രം ആരും അറിയുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവൾ സങ്കടത്തോടെ തലകുണിച്ചു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, റാണിമോളെ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് കേട്ട് ഷെറിൻ പറയുന്നുണ്ട്, എനിക്കാരെയും പരിചയപ്പെടുത്തി തരണ്ട. എനിക്കറിയാം ആരാണെന്ന്. ഇവളുടെ പേര് കൂടെ ഇവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു. ഷെറിൻ അലീനയുടെ നേർക്കൊന്ന് പാളി നോക്കി. എന്നിട്ട് ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എവിടെയായിരുന്നു ഇത്രയും നാളും? ഇവിടെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. അപ്പച്ചനോടുള്ള ദേഷ്യം അവരെന്നോടും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അല്ല, എനിക്കെപ്പോഴും ഇവിടെ കാവലിരിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് അങ്ങനെ മരിച്ചുപോയാൽ നീ എന്ത് ചെയ്യും? അത് കേട്ട് ഷെറിൻ അങ്ങ് ചിരിച്ചു. എല്ലാവരും ചേർന്ന് എന്നെ ഏതേലും അഗതി മന്ദിരത്തിൽ കൊണ്ടു തള്ളുമായിരിക്കും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആ, നീ ഇവളെ കണ്ടില്ലേ? ഇവളോട് എന്നതേലും വർത്താനം പറയും. നിന്റെ ലാലിച്ചൻ്റെ മോളായത്. ഇത് കേട്ട് ഷെറിൻ അലീനയെ ഒന്ന് നോക്കി. ലാലിച്ചായന് മോളെ കിട്ടി. എൻ്റെ മോളെ ഇനി എനിക്ക് എന്നാ കിട്ടുന്നേ? ഇത്രയും പ്രായമായിട്ട് എനിക്ക് വേണ്ട. കിട്ടുന്നെങ്കിൽ ഇപ്പം കിട്ടണം. ഇപ്പം തന്നെ എത്ര വർഷമായി? എനിക്കിനി വയ്യ അപ്പച്ച. ഇത്രയും പറഞ്ഞുകൊണ്ട് ഷെറിൻ വിരലുകളിൽ എണ്ണാൻ തുടങ്ങി. ഇത് കേട്ടതും ഔതക്കുട്ടിച്ചായൻ്റെ മുഖത്തുണ്ടായ വിളർച്ച അലീന ശ്രദ്ധിച്ചു. ഔതക്കുട്ടിച്ചായൻ ഷെറിനെ നോക്കിക്കൊണ്ട് ചോദിക്കുക, നീ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ മോളെ? അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, ആദ്യം ഞാൻ ചോദിച്ചതിന് അപ്പച്ചൻ മറുപടി പറ, എന്നിട്ട് ഞാനിനി മരുന്ന് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കി. എല്ലാവരും എന്നോട് പിണങ്ങി. അപ്പച്ചനും ഇപ്പം എന്നെ വേണ്ടല്ലോ. എൻ്റെ മോളെ, എപ്പോഴും ഇതിനകത്ത് ഇരുന്നിട്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്? എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങ്. നാലാളെ കണ്ട് വർത്തമാനം പറയും. കാറ്റും വെളിച്ചവും കിട്ടിയാൽ തന്നെ കുറേ വ്യത്യാസം വരും. അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, എനിക്ക് കാറ്റും വേണ്ട, വെളിച്ചവും വേണ്ട. എൻ്റെ മോളെ മാത്രം തന്നാൽ മതി. എനിക്ക് ആരെയും കാണുകയും വേണ്ട. അതും പറഞ്ഞ് അവൾ ഔതക്കുട്ടിച്ചായനോട് പിണങ്ങി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, വാ മോളെ, നമുക്ക് പോവാം. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ അലീനയും കൊണ്ട് മുറി വിട്ടിറങ്ങി. ഊണുമുറിയിലെത്തിയ ശേഷം ആൻസിയെ വിളിക്കുന്നുണ്ട് ഔതക്കുട്ടിച്ചായൻ. വെളി കേട്ട് ആൻസി ഓടി വരുന്നുണ്ട്. എന്താ പച്ച, നീ ഇന്ന് റാണിമോൾക്ക് മരുന്ന് കൊടുത്തില്ലേ? കൊടുത്താൽ കഴിക്കണ്ടേ? എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ നിർബന്ധിക്കുന്നേ? അത് ശരി, അപ്പോൾ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും കഴിപ്പിക്കണ്ടായിരുന്നോ? അവളോട് ഗുസ്തി പിടിക്കാൻ ഇവിടെ ആർക്കും അപ്പച്ച നേരം? റോബിച്ചനില്ലായിരുന്നോ ഇവിടെ? ഇത് കേട്ട് ആൻസി പറയുന്നുണ്ട്, റോബിച്ചനിവിടെ ഇവളെ മരുന്ന് കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നാൽ മതിയോ? വേറെ എന്തെല്ലാം പണിയുണ്ട്?
ഇന്നലെ രാത്രി റോബിച്ചാൻ ഒരുപാട് നോക്കിയതാ, ഒരടിയും വെച്ചു കൊടുത്തു. അതിന്റെ പരാതി വന്നപ്പോഴേ പറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ അവതക്കുട്ടിച്ചാൻ പറയുന്നുണ്ട്, ഓ അടിച്ചതൊന്നും അവൾ പറഞ്ഞില്ല. അപ്പൊ ആൻസി, ആ അത് ചിലപ്പോൾ മറന്നു കാണുമായിരിക്കും. ഓർക്കണമെങ്കിൽ നല്ല ബോധം വേണ്ടേ. അപ്പൊ അവതക്കുട്ടിച്ചാൻ, ആ അത് വിട്. ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ ആൻസി പെരുമാറണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ നീ നോക്കിയാലും പറ്റത്തില്ലേ? ലാലിച്ചൻ 15 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടാ എഴുന്നേറ്റ് പോയത്. ഇത് കേട്ട് ആൻസി ചോദിക്കുന്നുണ്ട്, ആർക്ക് കൊടുക്കാനാ വെള്ളം? അപ്പച്ചന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കുളത്തൂർ പുഴയിൽ നിന്ന് വേറെ ആര് വന്നാലും പച്ചവെള്ളം പോലും കൊടുക്കണ്ടെന്ന് റോബിച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഓ അത് ശരി. അപ്പോൾ അലീനയ്ക്ക് ഇവിടുന്ന് ഉച്ചയ്ക്ക് ചോറില്ലെന്ന് സാരം. ഞങ്ങള് വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരണോ? പെട്ടെന്ന് ആൻസി പറയുകയാണ്. അതിന് ഉച്ച ആയില്ലല്ലോ അപ്പച്ച. ഓ അത് ശരി, അപ്പോൾ ഉച്ചയായിട്ട് പറയാനിരിക്കുക. അവതക്കുട്ടിച്ചായന് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, അപ്പച്ച പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ ലാലിച്ചായ ആരെയും പേടിയില്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് കണ്ട അലവലാതി പെണ്ണുങ്ങളായി കൂട്ടുകൂടി ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചതിന് ഇവിടെയുള്ളവർ എന്ത് വേണമെന്നാ? അവളുമാര് പെറ്റിട്ട് പോയ അനാഥ പിള്ളേരെ സൽക്കരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ആൻസിയുടെ മുഖത്തടിച്ച പോലുള്ള വർത്തമാനം കേട്ടിട്ട് അവതക്കുട്ടിച്ചായൻ ആകെ വിളറിപ്പോയി. അപ്പോൾ അവതക്കുട്ടിച്ചായൻ ചോദിക്കുക, ലാലിച്ചൻ വന്നപ്പോൾ നിനക്കത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ വയലെന്താ പഴമായിരുന്നോ? അവനെ കണ്ടതും നീ അകത്തോട്ട് കയറി ഓടുന്നു കണ്ടല്ലോ. അപ്പൊ ആൻസി പറയുന്നുണ്ട്, എനിക്കതിന്റെ ആവശ്യം വന്നില്ല. വന്നാ പറയുക തന്നെ ചെയ്യും. എനിക്ക് ലാലിച്ചായനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേരല്ല എനിക്ക് ചെലവിന് തരുന്നത്, റോബിച്ചായനാ. പെട്ടെന്ന് അവതക്കുട്ടിച്ചായൻ ഒച്ച വെച്ച് റോബർട്ടിനെ വിളിക്കുകയാണ്. സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്ന റോബർട്ട് വിളി കേട്ട് ഓടി വരുന്നുണ്ട്. എടാ റോബിച്ച, ഈ പെങ്കൊച്ചിന് ഒരു നേരം ചോറ് കൊടുക്കാനുണ്ടോ ഇവിടെ? ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം. ലാലിച്ചൻ ഒരുപാട് ദൂരം പോകുന്നതിന് മുമ്പ് അവനെ വിളിച്ച് കാര്യം പറയണം. അപ്പൊ റോബർട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ചോറ് കൊടുക്കാനില്ലെന്ന് ആരാ പറഞ്ഞത്? ഇത് കേട്ട് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നീ നിന്റെ കെട്ടികളോട് ചോദിക്കടാ, നീ അങ്ങനെ പറഞ്ഞോടി. അപ്പൊ ആൻസി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ വിളമ്പി കൊടുത്ത് സൽക്കരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയും. വേണയിലെടുത്ത് കഴിച്ചോണം. ആൻസിയുടെ മുഖത്ത് കോപം ഇരച്ചു കയറാൻ തുടങ്ങി. അവതക്കുട്ടിച്ചായനും ഒട്ടും വിട്ടുകൊടുക്കാൻ പാവില്ല. ആയിക്കോട്ടെടി, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ, അല്ലാതെ നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നല്ലല്ലോ. ഞാൻ പണിച്ച വീടാടിയത്. ഞാൻ മരിക്കുന്നിടത്തോളം വരെ എന്നെ കാണാൻ ഇവിടെ പലരും വരും. ചിലപ്പോൾ താമസിച്ചെന്നും വരും. നിന്റെ തള്ളയും വന്ന് താമസിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇത് കേട്ട് ആൻസി ചോദിക്കുകയാണ്, അല്ല അപ്പച്ച, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അപ്പച്ചൻ ആരെ കണ്ടിട്ടായി ഞെളിയുന്നത്? ഒരസുഖം വന്നാലേ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വെച്ചു വിളമ്പി തരാനും അലക്കി തേച്ച് തരാനും ഞാൻ തന്നെ വേണം. ഓ അത് ശരി, പുണ്യത്തിനൊന്നല്ലല്ലോ. ഞാൻ ചാവുന്ന കാലത്തെ ഈ വീടും പറമ്പും അത് വേണമെങ്കിൽ മതി. അല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് പോയിക്കോ. വേറെ ആമ്പിള്ളേരുണ്ട് എനിക്ക്. എല്ലാവർക്കും കൊടുത്ത പോലെ ഒരു വീതം ഞാൻ നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത് കേട്ട് റോബർട്ടും ആൻസിയും ഒന്നും മിണ്ടാതെ നിന്നു. അവതക്കുട്ടിച്ചായൻ മർമ്മത്ത് തന്നെയാണ് കുത്തിയിരിക്കുന്നത്. അല്പം സമയത്തെ മൗനത്തിന് ശേഷം വീണ്ടും അവതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? റോബർട്ട് ആ സമയത്ത് കൈ മലർത്തി കാണിച്ചു. ഈ വീട്ടിലൊരു പെങ്കൊച്ച് വരുന്നത് നീ കണ്ടില്ലേ റോബിച്ച? അവളോട് ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ ഇതുവരെ. ഒരു ഗ്ലാസ് വെള്ളെങ്കിലും കൊടുത്തോ? അന്യൊന്നല്ലല്ലോ, നിന്റെ സ്വന്തം ചേട്ടന്റെ മോളല്ലേ. ഇത് കേട്ട് റോബർട്ട് പറയുന്നുണ്ട്, ലാലിച്ചായന്റെ മക്കള് ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ലാലിച്ചായന്റെ മകളാണെന്ന് പറഞ്ഞ് വഴിയെ പോകുന്നവരെയൊക്കെ സൽക്കരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അവതക്കുട്ടിച്ചായൻ അതിനെന്തോ മറുപടി പറയാൻ ഭാവിക്കുകയും അലീന വന്ന് കൈക്ക് പിടിച്ചു. വല്യപ്പച്ചൻ ഇങ്ങ് വന്നേ. അവതക്കുട്ടിച്ചായനെ വിളിച്ചുകൊണ്ട് അലീന അവതക്കുട്ടിച്ചായന്റെ മുറിയിലേക്ക് പോയി. മഴത്തോരു മുമ്പ് എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. അലീന തന്റെ കുടുംബക്കാരെയെല്ലാം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നതും അവരെല്ലാം അവളെ അംഗീകരിക്കുന്നതും തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്